ഞാൻ സാധന ചെയ്ത് സിദ്ധി വരുത്തിയ ഒരു ദേവത. ഇപ്പം ഞാൻ യോഗത്തിൻ്റെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് പറയുന്നത് കേട്ടോ. യോഗത്തിൻ്റെ ഇതിലല്ല നിന്ന് സംസാരിക്കുന്നത്, കൃത്യമായിട്ട് ഒരു സാധനയുടെ തലത്തിൽ അങ്ങ് സാധനയെ പറ്റി ചോദിച്ചുകൊണ്ട് പറയും. അപ്പോൾ ഒരു ദേവത എൻ്റെ അടുത്ത് സിദ്ധിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ കടന്നു വരുമ്പോൾ അയാളുടെ യോഗ്യത നോക്കാണ്ട് അയാൾക്ക് ആ ദേവതയെ കൊടുത്തു. അയാൾ ഉദ്ദേശിച്ച അയാളുടെ ജീവിതം നന്നാവണം, ബിസിനസ് വെച്ച് പിടിക്കണം, ഇതൊക്കെയാണ്. ഞാൻ കൊടുത്ത ദേവതയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മോക്ഷമാർഗ്ഗമാണ്. ഇതാക്കണം, ബിസിനസ് കൂടുതൽ തകരുന്നു, ബന്ധങ്ങൾ തകരുന്നു, ജീവിതം ആകെ പ്രശ്നത്തിലാകുന്നു, ഗുരുനാഥനെ വിളിക്കുമ്പോൾ പറയും അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. 3 പ്രാവശ്യം കേൾക്കുമ്പോൾ അയാളെ മറ്റേ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആത്മഹത്യ എന്ന് പറഞ്ഞില്ല, അതിൻ്റെ വക്കീലൂടെ എത്തും ചില സാധനം, പിഴച്ച സാധനം. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യോഗ്യത നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മാസമായിട്ട് കൊടുക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ സ്വാഭാവികമായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ അതെല്ലാവർക്കും ചെയ്യാം, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യാവുന്ന കുറേ കാര്യം. ഇപ്പോൾ യോഗത്തിൽ തന്നെ 2 പാർട്ടായിട്ട് നമ്മൾ പറയും. യോഗ സാധനയായിട്ടും പറയും, യോഗ സാധാരണഗതിയിൽ എന്തെങ്കിലും പർപ്പസിന്